എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ ഒരു പുതുപുത്തൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആർദ്രാജി അജയൻ. നിങ്ങളുടെ മുന്നിൽ മലയാളത്തിന് സഹായിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. PSC പരീക്ഷകളുടെ ഒരു ചാകര തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ മലയാള ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ചലഞ്ചർ ആപ്പിനൊപ്പം നിങ്ങളോടൊപ്പം ഇനി ഞാനും ഉണ്ടാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന മലയാള ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 20 ചോദ്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. അപ്പൊ പക്ഷിക്കൂട് എന്ന് പറയുന്ന പദത്തിന്റെ പര്യായമാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ അഖം, ഓപ്ഷൻ ബി നീടം, ഓപ്ഷൻ സി കന്തളം, ഓപ്ഷൻ ഡി നിടിലം. ഇതിൽ പക്ഷിക്കൂട് എന്ന് പറയുന്ന പദത്തിന്റെ പര്യായം എന്ന് പറയുന്നത് നീടം എന്നുള്ളതാണ്. നീടം എന്നുള്ളതാണ് പക്ഷിക്കൂട് എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ പദം. നീടം എന്നുള്ളത് കൂടാതെ തന്നെ പക്ഷിക്കൂട് എന്ന് പറയുന്ന പദത്തിന് പഞ്ചരം, അതുപോലെ തന്നെ കുലായം എന്നിങ്ങനെ രണ്ട് പര്യായങ്ങളോടുണ്ട്. ഓർത്തിരിക്കുക. എന്താണ് പക്ഷിക്കൂട് എന്ന് പറയുന്ന പദത്തിന്റെ 3 പര്യായങ്ങളാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. എന്താണ്? നീടം, പഞ്ചരം, കുലായം. ഇനി അഖം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അഖം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പാപം, തിന്മ എന്നൊക്കെയാണ്. അഖം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പാപം, തിന്മ എന്നൊക്കെയാണ്. കന്തളം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൂട്ടം എന്നാണ്. കൂട്ടം എന്നാണ് കന്തളം എന്ന് പറയുന്ന പദത്തിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയാം. നിടിലം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നിടിലം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നെറ്റി എന്നാണ്. നെറ്റി എന്നാണ്. മനസ്സിലായല്ലോ? കിട്ടിയല്ലോ? അപ്പം പക്ഷിക്കൂട് എന്ന് പറയുന്ന പദത്തിന്റെ 3 പര്യായങ്ങൾ നമ്മളിവിടെ പഠിച്ചു. എന്തൊക്കെയാണ്? നീടം, പഞ്ചരം, കുലായം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏതാണ് എന്നുള്ളതാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷ ഏത് എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് തലവേദനയുണ്ട് എന്നുള്ളതാണ് വാക്യം. എന്താണ്? എനിക്ക് തലവേദനയുണ്ട് എന്ന് പറയുന്ന വാക്യത്തിന്റെ ശരിയായ പരിഭാഷയാണ്. നോക്കാം. ഓപ്ഷൻ എ, ഐ ആം സഫറിംഗ് ഫോർ ഹെഡേക്ക്. ഓപ്ഷൻ ബി, ഐ ആം സഫറിംഗ് ബൈ ഹെഡേക്ക്. ഓപ്ഷൻ സി, ഐ ആം സഫറിംഗ് ടു ഹെഡേക്ക്. ഓപ്ഷൻ ഡി, ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക്. എന്താണ് ഉത്തരം? എനിക്ക് തലവേദനയുണ്ട് എന്ന് പറയുന്ന വാക്യത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ, എനിക്ക് തലവേദനയുണ്ട് എന്ന് പറയുന്ന മലയാള വാക്യത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്താണ്? ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക് എന്നുള്ളതാണ്. എന്താണ്? ഐ ആം സഫറിംഗ് ഫ്രം ഹെഡേക്ക്. കിട്ടിയോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അടുത്തത് ചേർത്തെഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? ചേർത്തെഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ചേർത്തെഴുതുക. വാഗ് പ്ലസ് വാദം. വാഗ് പ്ലസ് വാദം ചേർത്തെഴുതുമ്പോൾ എന്താവും? വാഗ്വാദം, 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 വാഗ്വാദം എന്നൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് നൽകിയിരിക്കുന്നത്. എന്താണ്? വാഗ് പ്ലസ് വാദം ചേർത്തെഴുതുന്ന സമയത്ത് എന്താണ്? അത് വാഗ്വാദമാണ്. എന്താണ്? വാഗ് അധികം വാദം, വാഗ്വാദം. ഓക്കെ, കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, അമരം എന്ന പദത്തിന്റെ വിപരീതം എന്ത് എന്നുള്ളതാണ്. അമരം എന്ന പദത്തിന്റെ വിപരീത പദം ഏതെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഭ്രമരം, ഓപ്ഷൻ ബി അണിയം, ഓപ്ഷൻ സി അനാമരം, ഓപ്ഷൻ ഡി നിരാമരം. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അമരം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് അണിയം എന്നുള്ളതാണ്. എന്താണ്? അണിയം എന്നുള്ളതാണ് അമരം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം. അമരം എന്ന് പറയുന്ന പദം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കാണുന്നത് അമരക്കാരൻ എന്നൊക്കെ പറയുന്നതാണ്. ഈ വള്ളം, കപ്പൽ അല്ലെങ്കിൽ ആന എന്നിവയുടെയൊക്കെ പിൻഭാഗത്തിനെയാണ് നമ്മൾ അമരം എന്ന് പറയുന്നത്. അപ്പം അമരക്കാരൻ എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് അമരക്കാരൻ എന്ന് പറയുന്ന ഒരു പദം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അമരം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീതം എന്താണ്? അണിയമാണ്. അണിയം മുൻഭാഗമാണ്. എന്താണ്? മുൻഭാഗമാണ്. ഇനി ഭ്രമരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രമരം എന്ന് പറയുന്ന പദത്തിനർത്ഥം വണ്ട് എന്നാണ്. എന്താണ്? വണ്ട്, തേനീച്ച ഒക്കെ ഭ്രമരം എന്ന് പറയുന്ന പദത്തിന് പകരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമായിട്ട് പറയാൻ സാധിക്കുന്ന
വാക്കുകളാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. എന്താണ്? പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. എല്ലാ PSC പരീക്ഷയിലും മുടങ്ങാതെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വചനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇവിടെ പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ ബഹുവചനം, ഓപ്ഷൻ ബി ഏകവചനം, ഓപ്ഷൻ സി ദ്വിവചനം, ഓപ്ഷൻ ഡി അനേകവചനം. ഇതിലേതാണ് പെങ്ങൾ എന്ന വാക്ക്? പെങ്ങൾ എന്ന വാക്ക് ഏകവചനമാണ്. പെങ്ങൾ എന്ന വാക്ക് ഏകവചനമാണ്. ഏതെങ്കിലും ഒരു പദം ഏത് വചനമാണെന്ന് കണ്ടെത്താനായിട്ട് നമുക്കൊരു ചോദ്യം വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻസ് എല്ലാം എടുത്തു വെക്കുക, അതിലെ എണ്ണം കണ്ടെത്തുക. വചനം എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. എന്താണ്? വചനം എന്ന് പറയുന്നത് ആൾക്കാരുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന പദമാണ് വചനം എന്നുള്ളത്. നമ്മുടെ മലയാളത്തിൽ പ്രധാനമായിട്ടും ഏകവചനവും ബഹുവചനവുമാണ് ഉള്ളത്. ഏകവചനം എന്ന് പറയുന്നത് വസ്തു ഒന്നേ ഉള്ളുവെങ്കിൽ, എന്താണ്? വസ്തു ഒന്നേ ഉള്ളുവെങ്കിൽ അതിനെ നമ്മൾ ഏകവചനം എന്ന് പറയും. ഒന്നിലധികം വസ്തുക്കൾ, ഒന്നിലധികം ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ബഹുവചനം എന്ന് പറയും. അപ്പൊ ഈ 3 ഓപ്ഷൻസും എടുത്തു നോക്കുക, അതിലേതാണ് ശരിയായ ഉത്തരം എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ പെങ്ങൾ എന്ന് പറയുന്ന പദമാണ് നമുക്കിവിടെ വചനം കണ്ടെത്താനായിട്ട് തന്നിരിക്കുന്നത്. പെങ്ങൾ എന്ന് പറയുന്ന പദം ആലോചിച്ച് നോക്കുമ്പോൾ എന്താണ്? ഒരാളെ സൂചിപ്പിക്കാനാണ്. ഇനി പെങ്ങന്മാർ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഒന്നിലധികം ആൾക്കാരുണ്ടെന്നാണ്. അപ്പൊ പെങ്ങൾ എന്ന് പറയുന്ന വാക്ക് എന്താണ്? ഏകവചനമാണ്. ഒരാളെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അത് ഏകവചനമാണ്. എന്നാൽ പെങ്ങന്മാർ എന്നാണെങ്കിലോ അത് ബഹുവചനമാണ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ദ്വിവചനം നമുക്ക് സാധാരണയായിട്ട് ചോദിക്കാറില്ല. വസ്തുക്കളുടെ എണ്ണം 2 ആണെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാരുടെ എണ്ണം 2 ആണെങ്കിൽ നമ്മൾ ദ്വിവചനം എന്ന് പറയുന്നു. ഓക്കെ, കിട്ടിയല്ലോ. അപ്പൊ പെങ്ങൾ എന്ന് പറയുന്ന പദം ഏകവചനത്തിന് ഉദാഹരണമാണ്, ഏകവചനമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ പഴഞ്ചൊല്ല് കണ്ടെത്തുക. എന്താണ്? ചുവടെ ചേർത്തിരിക്കുന്നവയിൽ പഴഞ്ചൊല്ല് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ അധികമായാൽ അമൃതും വിഷം, ഓപ്ഷൻ ബി ഞെട്ടില്ല വട്ടയില, ഓപ്ഷൻ സി ഭഗീരഥ പ്രയത്നം, ഓപ്ഷൻ ഡി മനസാ വാച കർമ്മണ. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ചോദിക്കാറുണ്ട്, ശൈലികളുടെ അർത്ഥം ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ശൈലികളും പഴഞ്ചൊല്ലുകളും പരിഭാഷ ചെയ്യുന്ന രൂപങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട് അല്ലേ? ഇപ്പം ഇവിടെ ശൈലി എന്താണ്, പഴഞ്ചൊല്ല് എന്താണ്, കടങ്കഥ എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതും കൂടെ പ്രധാനപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു ചോദ്യം. എന്താണ്? ചുവടെ ചേർത്തിരിക്കുന്നവയിൽ പഴഞ്ചൊല്ല് ഏത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? പഴഞ്ചൊല്ല് കണ്ടെത്തുക എന്നുള്ളതാണ്. എന്താണ്? ഇത് നമുക്ക് അധികം പ്രയാസപ്പെടാതെ തന്നെ കിട്ടുന്ന ഒരു ഉത്തരവാണ്. അധികമായാൽ അമൃതും വിഷം. അധികമായാൽ അമൃതും വിഷം എന്നുള്ളതാണ് ഇവിടെ പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്. ഞെട്ടില്ല വട്ടയില്ല, നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്ന കടങ്കഥയാണ്. പപ്പടം ഉത്തരം വരുന്ന കടങ്കഥയാണ് ഞെട്ടില്ല വട്ടയില. ഭഗീരഥ പ്രയത്നം, അതുപോലെ തന്നെ മനസാ വാച കർമ്മണ, ഇത് രണ്ടും ശൈലികൾക്ക് ഉദാഹരണമാണ്. അപ്പൊ എന്താണ് ഈ പഴഞ്ചൊല്ലും ശൈലിയും തമ്മിലുള്ള വ്യത്യാസം എന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. പഴഞ്ചൊല്ലെന്ന് പറയുമ്പോൾ രണ്ടും നമ്മൾ പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ പഴഞ്ചൊല്ലും ശൈലിയും എന്ന് പറയുന്നത്. പക്ഷെ പഴഞ്ചൊല്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിന്റെ നേരിട്ടുള്ള അർത്ഥം തന്നെയാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് എന്താണ്? അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് ഒന്നും കൂടുതലാവരുത്, എല്ലാവരും മിതത്വം ഉണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നതാണ് അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന ആ ഒരു പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. അപ്പൊ പഴഞ്ചൊല്ല് ആ വാക്യത്തിന്റെ നേരിട്ടുള്ള അർത്ഥം തന്നെയാണ് ആ സാഹചര്യത്തിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ശൈലിയിലേക്ക് വരുമ്പോഴോ, ശൈലി എന്താ? ഇവിടെ ശൈലിക്ക് ഉദാഹരണമായിട്ടുള്ള ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്ന ഒരു ശൈലി തന്നെ നമുക്ക് എടുക്കാം. ഭഗീരഥ രാജാവ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പുരാണത്തിലെ കഥാപാത്രമാണ്. നമ്മുടെ ഗംഗാദേവിയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭഗീരഥൻ രാജാവ് ചെയ്യുന്ന കഠിനാധ്വാനത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്ന ഒരു ശൈലി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് നേരിട്ട് വല്ല ഭഗീരഥനോ രാജാവോ ഇവിടെ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? ഇല്ല. പക്ഷേ ഒരാളുടെ കഠിനാധ്വാനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്ന എന്താണ് ശൈലി ഉപയോഗിക്കുന്നത്. അപ്പം അവിടെ ഒരു ആലങ്കാരിക അർത്ഥമാണ്. പഴഞ്ചൊല്ലെന്ന് പറയുമ്പോൾ ഒരു നേരിട്ടുള്ള അർത്ഥവും നമുക്ക് കിട്ടും, പക്ഷേ ശൈലികളാകുമ്പോൾ ഒരു ആലങ്കാരിക അർത്ഥമായിരിക്കും അതിൽ നിന്ന് ഉണ്ടാവുക. അതാണ് പഴഞ്ചൊല്ലും ശൈലിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക. അപ്പം
നമ്മൾ പഴഞ്ചൊല്ല് കൂട്ടത്തിൽ ഏതെന്നാണ് കണ്ടെത്തിയത്? അധികമായാൽ അമൃതും വിഷം എന്നുള്ളതാണ് നമ്മുടെ ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന പഴഞ്ചൊല്ല്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാമല്ലോ. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ പദം: ആരോഗ്യ ശരീരം, അരോഗ ശരീരം, ആരോഗ്യ ശരീരം, അരോഗ ശരീരം എന്നിവയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് അരോഗ ശരീരം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. രോഗമില്ലാത്ത ശരീരം, രോഗമില്ലാത്ത ശരീരമാണ് അരോഗ ശരീരം എന്നുള്ള പ്രയോഗമാണ്, അല്ലെങ്കിൽ ആ ഒരു പദമാണ് ശരിയായിട്ടുള്ള പദം. അത് ഓർത്തിരിക്കുക. എപ്പോഴും നമ്മൾ ആരോഗ്യ ശരീരം അല്ലെങ്കിൽ ആ തരത്തിൽ തെറ്റിക്കുന്നൊരു പദമാണ്, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പദമാണ് അരോഗ ശരീരം എന്നുള്ള പദമാണ് ശരിയായിട്ടുള്ള പദം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം: തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. താഴെ തന്നിരിക്കുന്നവയിൽ തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ മധുഭ്രം, ഓപ്ഷൻ ബി മധുപം, ഓപ്ഷൻ സി മധ്വകം, ഓപ്ഷൻ ഡി മധൂലി. ഇതിൽ തേൻ എന്നർത്ഥം വരുന്ന പദം എന്ന് പറയുന്നത് മധൂലി എന്ന് പറയുന്ന പദമാണ്. എന്താണ്? തേൻ എന്നർത്ഥം വരുന്ന പദം മധൂലി എന്ന് പറയുന്ന പദമാണ്. മധൂലിയെ കൂടാതെ തന്നെ മധു, അതുപോലെ തന്നെ മകരന്തം, ഇവയൊക്കെ തന്നെയും തേൻ എന്ന് പറയുന്ന പദത്തിന് നമ്മൾ പകരം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ തേൻ എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് എന്നോർത്തിരിക്കുക. ഇനി മധുപം, മധ്വകം. മധുപവും മധ്വകവും തേനീച്ചയുടെ പര്യായ പദങ്ങളാണ്. അല്ലെങ്കിൽ എന്താ? മധുപം, മധ്വകം എന്നിവയുടെ അർത്ഥം എന്ന് പറയുന്നത് തേനീച്ച എന്നുള്ളതാണ്. തേനീച്ചയ്ക്ക് നമ്മൾ ഭ്രമരം എന്ന് പറയുന്ന പദം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും വണ്ട് എന്നുള്ള അർത്ഥമാണ് ഭ്രമരം എന്ന് പറയുന്ന പദത്തിനുള്ളത്. അതുകൂടാതെ തന്നെ മധുപം, മധ്വകം, അതുപോലെ തന്നെ മധുകരൻ, മധുകരൻ ഒക്കെ നമുക്ക് തേനീച്ചയുടെ പര്യായങ്ങളായിട്ട് പറയാവുന്ന, അല്ലെങ്കിൽ തേനീച്ച എന്ന അർത്ഥം വരുന്ന പദങ്ങളായിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പം എന്താണ്? തേൻ എന്ന അർത്ഥം വരുന്ന പദം ഇവിടെ മധൂലിയാണ്. കൂടാതെ മധു, മകരന്തം എന്നിവയ്ക്കൊക്കെ തേൻ എന്ന അർത്ഥം തന്നെയാണ് ഉള്ളത്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഒറ്റപ്പദമാണ് ചോദ്യം. മഞ്ഞപ്പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്ന പദം. മഞ്ഞപ്പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നുള്ളതാണ്. പീതാംബരൻ, പീതാംബരൻ, ശ്വേതാംബരൻ, ഹരിതാംബരൻ. ഇവിടെ മഞ്ഞപ്പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്ന പദം എന്ന് പറയുന്നത് പീതാംബരൻ എന്നാണ്. പീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ എന്നുള്ളതാണ് അർത്ഥം. അംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം. ഇവിടെ അംബരം എന്ന് പറയുന്ന പദത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. എന്താണ്? ആകാശം എന്ന് പറയുന്ന അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അംബരം എന്ന് പറയുന്ന പദത്തിന് രണ്ടർത്ഥങ്ങൾ കിട്ടി. അംബരം വസ്ത്രം എന്നും അർത്ഥമുണ്ട്, ആകാശം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ മഞ്ഞപ്പട്ടുടുത്തവൻ, മഞ്ഞ വസ്ത്രം ധരിച്ചവൻ എന്നർത്ഥം പീതാംബരൻ. ഇനി ശ്വേതാംബരൻ എന്ന് പറഞ്ഞാൽ ശ്വേതം. ശ്വേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്വേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള നിറത്തിനെയാണ് നമ്മൾ ശ്വേതം എന്ന് പറയുന്നത്. ഹരിതം, പച്ച. ഓക്കെ അല്ലേ? അപ്പൊ മഞ്ഞപ്പട്ടുടുത്തവൻ എന്ന അർത്ഥം വരുന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? പീതാംബരൻ, പീതാംബരൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി. താവഴി ശരി ഉത്തരം തിരിച്ചറിയുക, ശരി ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. താ അധികം വഴിയാണോ താവഴി? താവ് അധികം വഴിയാണോ താവഴി? തായ് അധികം വഴിയാണോ താവഴി? താ അധികം അഴിയാണോ താവഴി എന്നുള്ളതാണ്. താവഴി എന്ന് പറയുന്നത് തായ് വഴിയാണ്, തായ് വഴിയാണ്. തായ് അധികം വഴി എന്നുള്ളതാണ് താവഴി നമ്മൾ പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന രൂപം. തായ് അധികം വഴിയാണ് താവഴി. ഓർത്തിരിക്കുക, തായ് അധികം വഴിയാണ് താവഴി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം.
ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തെറ്റില്ലാത്ത വാക്യം. ശ്രദ്ധിക്കുക, തെറ്റില്ലാത്ത വാക്യം, ശരിയല്ലാത്ത വാക്യം, തെറ്റായ വാക്യം, ശരിയായ വാക്യം എന്നൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, ഭാരതീയർ എല്ലാവരും സ്നേഹോദര ഭാവത്തോടു കൂടി വർത്തിക്കണം. അതാണ് ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഓപ്ഷൻ സി, ഭാരതീയർ എല്ലാവരും സ്നേഹോധാര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഓപ്ഷൻ ഡി, ഭാരതീയർ എല്ലാവരും സ്നേഹ ഉദരോഭാവത്തോടു കൂടി വർത്തിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ സാധാരണയായിട്ട് നമുക്ക് വാക്യശുദ്ധിയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരേ അർത്ഥം വരുന്ന 2 പദങ്ങൾ 3 പദങ്ങളൊക്കെ ഒരു വാക്യത്തിൽ ഉൾപ്പെടുത്തിയാണ് നമ്മളെ തെറ്റിക്കാറുള്ളത്. ഇവിടെ പ്രയോഗമാണ്. ഉത്തരം ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? സ്നേഹം, ആദരവ് എന്നീ ഭാവങ്ങളോടുകൂടി വർത്തിക്കുക, ജീവിക്കുക, ഇരിക്കുക എന്നുള്ളതാണ്. എന്താണ്? ഭാരതീയർ എല്ലാവരും സ്നേഹ ആദര ഭാവത്തോടുകൂടി, സ്നേഹം, ആദരവ് എന്നീ ഭാവങ്ങളോടുകൂടി വർത്തിക്കുക. സ്നേഹ ഉദരമല്ല, സ്നേഹോധാരമല്ല, സ്നേഹ ഉദരോഭാവമല്ല, എന്താണ്? സ്നേഹ ആദര ഭാവത്തോടുകൂടി വർത്തിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക്യം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതൊരു നല്ല ചോദ്യമാണ്. ധൃതി എന്ന പദത്തിന്റെ അർത്ഥം എന്തെന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ധൃതി എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 1 ഉറപ്പ്, 2 സ്ഥൈര്യം, സ്ഥൈര്യം സ്ഥിരത എന്നൊക്കെയുള്ളതാണ്, ഉറപ്പെന്നുള്ള അർത്ഥം തന്നെയാണ്. 3 തിടുക്കം, 4 വേഗം. ഇതിൽ ഏതൊക്കെയാണ്? 1 മാത്രം ശരി, 2 മാത്രം ശരി, 3ഉം 4ഉം മാത്രം ശരി, എല്ലാം ശരി എന്നുള്ളതൊക്കെയാണ് ശരിയായ ഉത്തരം. എല്ലാം ശരിയാണ്. ധൃതി എന്ന് പറയുന്ന പദത്തിന് എന്താണ്? ഉറപ്പ് എന്ന് പറയുന്ന അർത്ഥമുണ്ട്, സ്ഥൈര്യം എന്ന് പറയുന്ന അർത്ഥമുണ്ട്, തിടുക്കം എന്ന് പറയുന്ന അർത്ഥമുണ്ട്, വേഗം എന്ന് പറയുന്ന അർത്ഥമുണ്ട്. അപ്പൊ ധൃതി എന്ന് പറയുന്ന വാക്കൊരു പ്രധാനപ്പെട്ട വാക്കാണ്. എന്താണ്? ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം എന്നിങ്ങനെ എല്ലാ അർത്ഥമുള്ള വാക്കാണ് എന്ത്? ധൃതി എന്ന് പറയുന്ന വാക്ക്. അപ്പൊ എല്ലാം ശരി എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. ഓക്കെ അല്ലേ? ശരി, അടുത്ത ചോദ്യം നോക്കാം. പിരിച്ചെഴുതുക. കാട്ടിനേൻ എന്ന് പറയുന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. കാട്ടി അധികം ഏൻ, ബി കാട്ടി പ്ലസ് ഏൻ, സി കാട്ടി പ്ലസ് നേൻ, ഡി കാട്ടിന് അധികം ഏൻ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം കാട്ടി അധികം ഏൻ എന്നുള്ളതാണ് കാട്ടിനേൻ. ഞാൻ കാട്ടി, ഏൻ കാട്ടി എന്നുള്ളതാണ് കാട്ടിനേൻ. ഞാൻ കാട്ടിക്കൊടുത്തു എന്നുള്ള അർത്ഥമാണ് കാട്ടിനേൻ എന്ന് പറയുന്ന പദത്തിന് ഉള്ളത്. അപ്പൊ കാട്ടി അധികം ഏൻ എന്നുള്ളതാണ് കാട്ടിനേൻ എന്ന് പറയുന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന രൂപം. ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, ഇതിൽ ഒരെണ്ണം മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അത് ഏതാണെന്നുള്ളതാണ് ആ ചോദ്യം. നമ്മുടെ പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. നിഘണ്ടു, ലേഖകൻ, ശബ്ദം, കൃത്യനിഷ്ഠ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അറിയാമായിരിക്കും. എന്താണ്? ലേഖകൻ എന്നുള്ള വാക്ക് മാത്രമേ ഇവിടെ ശരിയായിട്ട് എഴുതിയിട്ടുള്ളൂ. നിഘണ്ടു എങ്ങനെയാണ് എഴുതുന്നത്? നിഘണ്ടു, നിഘണ്ടു. അതുപോലെ തന്നെ ശബ്ദം. ഇനി കൃത്യനിഷ്ഠ എങ്ങനെയാണ്? കുറച്ച് പേര് തെറ്റിക്കുന്നതാണ്. കൃത്യനിഷ്ഠ, കൃത്യനിഷ്ഠയാണ്, നിഷ്ഠ. ഓക്കെ, കൃത്യനിഷ്ഠ. അപ്പം ലേഖകൻ എന്ന് പറയുന്ന വാക്ക് മാത്രമേ എന്ത് ഇവിടെ ശരിയായിട്ട് എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ള നിഘണ്ടു എഴുതുന്നത് ഇങ്ങനെയാണ്: ശബ്ദം, കൃത്യനിഷ്ഠ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലേഖകൻ എന്ന് പറയുന്ന പദം മാത്രമേ ശരിയായിട്ട് എഴുതിയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, എല്ലാ PSC പരീക്ഷകൾക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു വിഭാഗം ചോദ്യമാണ്. നമ്മൾ വചനം, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കുട്ടികൾ, ഓപ്ഷൻ ബി സ്ത്രീകൾ, ഓപ്ഷൻ സി ഗുരുക്കൾ, ഓപ്ഷൻ ഡി പുരുഷന്മാർ. ഇതിലേതാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം എന്നുള്ളതാണ്.
അപ്പൊ എന്താണ് ഈ പൂജക ബഹുവചനം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പൂജക ബഹുവചനത്തിനെ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, പൂജക ബഹുവചനവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ബഹുവചനം എന്ന് പറയുന്ന അതിന്റെ കൂടിരിക്കുന്ന ഈ ഒരു വാക്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്നതാണ്. ആള് രൂപത്തിൽ മാത്രമേ എന്തുള്ളൂ, ബഹുവചനമുള്ളൂ, ആൾ ഒറ്റയ്ക്കാണ്. ചില മനുഷ്യന്മാരുണ്ടായിരിക്കും 24 മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ടാവും, പക്ഷേ അവർ നേരിട്ട് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ പൂജക ബഹുവചനത്തിന്റെയും കാര്യം. ആൾ ഒറ്റയാണ്. പക്ഷേ പൂജക ബഹുവചനം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ ഒന്നിലധികം ആൾക്കാരുണ്ടെന്ന്. പൂജക ബഹുവചനത്തിൽ ആള് ഒറ്റയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് പൂജക ബഹുവചനത്തിൽ ആള് ഒറ്റയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും. എന്താണ് കുട്ടികൾ, കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്താണ്, ആൺകുട്ടികളുണ്ടാവാം, പെൺകുട്ടികളുണ്ടാവാം, അല്ലേ? അപ്പം ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും പൂജക ബഹുവചനമല്ല. സ്ത്രീകൾ, അവിടെ ഒന്നിലധികം സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുണ്ട്. സ്ത്രീ എന്നുള്ളതാണ് നമ്മുടെ സ്ത്രീകൾ എന്നുള്ളതിന്റെ എന്താ ഏകവചന രൂപം. ഇനി ഗുരുക്കൾ അതവിടെ നിൽക്കട്ടെ, പുരുഷന്മാർ. ഓക്കെ, നമ്മുടെ കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ ഇവരെല്ലാം ഒന്നിലധികം ആൾക്കാരെ സൂചിപ്പിക്കുന്നുണ്ട്. പൂജക ബഹുവചനത്തിൽ എന്താണ്, ഒരാളെ മാത്രം സൂചിപ്പിക്കുന്ന പദമായിരിക്കും നമ്മുടെ പൂജക ബഹുവചനത്തിലുള്ള പദം. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി, എന്താണ്, ഗുരുക്കൾ. പിന്നെ എന്തിനാണ് ഇദ്ദേഹത്തിനെ പൂജക ബഹുവചനം എന്ന് വിളിക്കുന്നത്? ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആൾക്കാരോടുള്ള ബഹുമാന സൂചകമായിട്ട്, ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ, അപ്പൊ കുറച്ച് ബഹുമാന സൂചകമായിട്ട് അർമാർക്കൾ, അർമാർക്കൾ തുടങ്ങിയിട്ടുള്ള ബഹുവചന പ്രത്യയങ്ങൾ ചേർക്കാറുണ്ട്. ബഹുവചന പ്രത്യയങ്ങൾ ഒറ്റയാളിനോടൊപ്പം തന്നെ ചേർക്കാറുണ്ട്. ബഹുമാന സൂചകമാണ് അങ്ങനെ ചേർക്കുന്നത്. അതിന് ഉദാഹരണമാണ് ഗുരുക്കൾ. കൾ എന്ന് പറയുന്ന പ്രത്യയം സാധാരണയായിട്ട് ദാണ്ട കുട്ടികൾ, സ്ത്രീകൾ എന്ന് പറയുന്ന ബഹുവചന രൂപങ്ങളിലാണ് ചേർക്കാറുള്ളത്. പക്ഷെ എന്താണ് ഇവിടെ ഗുരുക്കൾ, ഗുരുവാണ്. അപ്പൊ അദ്ദേഹത്തിനുള്ള ബഹുമാന സൂചകമായിട്ട് അവിടെ ആ പ്രത്യയം കൾ എന്ന് പറയുന്ന പ്രത്യയം ചേർത്തിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ എന്താണ് വൈദ്യർ എന്ന് പറയുന്ന പദം, അതുപോലെ തന്നെ ശാസ്ത്രികൾ, ശാസ്ത്രികൾ എന്ന് പറയുന്ന പദം, അതുപോലെ തന്നെ പത്രാധിപർ, അതുപോലെ തന്നെ ന്യായാധിപർ, ഓക്കെ, ഇങ്ങനെയുള്ള പദങ്ങളിലെല്ലാം തന്നെയും ഈ പദങ്ങളെല്ലാം തന്നെയും ഒരാളെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷെ ബഹുമാനാർത്ഥം അർ, കൾ, അർ എന്നിങ്ങനെയുള്ള എന്താ പ്രത്യയങ്ങൾ കൂടെ ചേർത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പൂജക ബഹുവചനം എന്ന് പറയുന്നത് ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരാളോടുള്ള ബഹുമാന സൂചകാർത്ഥം അർ, മാർ, കൾ എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങൾ ഒപ്പം ചേർക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ. പൂജക ബഹുവചനം നമ്മുടെ PSC പരീക്ഷകളിലെ സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കുക, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഗുരുക്കൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് അല്ലാത്തത്? ഓപ്ഷൻ എ ജനകൻ, ഓപ്ഷൻ ബി തനയൻ, ഓപ്ഷൻ സി ആത്മജൻ, ഓപ്ഷൻ ഡി തനുജൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, തനയൻ, ആത്മജൻ, തനുജൻ ഇവയെല്ലാം തന്നെ മകൻ എന്നർത്ഥം വരുന്ന പദങ്ങളാണ്. പുത്രൻ എന്നർത്ഥം വരുന്ന പദങ്ങളാണ്. പുത്രൻ എന്നർത്ഥം വരുന്ന പദങ്ങളാണ്. ജനകൻ എന്ന് പറയുന്ന പദത്തിന് അർത്ഥം അച്ഛൻ എന്നുള്ളതാണ്. അച്ഛൻ അല്ലെങ്കിൽ പിതാവ്. മറ്റൊരു വാക്ക് പറയുവാണെങ്കിൽ താതൻ. താതൻ എന്ന് പറയുന്നതും പിതാവ് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ജനകൻ എന്ന് പറയുന്ന പദത്തിന്റെ മറ്റൊരു പദമാണ്. ഇത് കൂടാതെ തന്നെ സുതൻ, സുതൻ എന്ന് പറയുന്ന പദവും എന്താണ്, സുതൻ എന്ന് പറയുന്ന പദവും പുത്രനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ എന്താണ്, തനയൻ, ആത്മജൻ, തനുജൻ, സുതൻ ഈ 3 പദങ്ങളും പുത്രൻ എന്ന് പറയുന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ്. ജനകൻ, പിതാവ്, അച്ഛൻ, താതൻ എന്നിവയൊക്കെ അച്ഛൻ എന്ന് പറയുന്ന വാക്കിന്റെ പര്യായ പദങ്ങളാണ് എന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താണ്, തീ അധികം കനൽ എന്നത് ചേർത്തെഴുതുക. തീ അധികം കനൽ ചേർത്തെഴുതിയാൽ ഏത് രൂപമാണ് കിട്ടുക എന്നുള്ളതാണ്. തീ കനൽ, തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ഏതാണ്? തീ അധികം കനൽ തീക്കനലാണ്.
എന്താണ്? തീ അധികം കനൽ ചേർത്തെഴുതുന്ന രൂപം തീക്കനലാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രാജാവും ഋഷിയുമായവൻ, ഇത് ഒറ്റപ്പദമാക്കുക എന്നുള്ളതാണ് ചോദ്യം. രാജാവും ഋഷിയുമായവന്റെ ഒറ്റപ്പദം. ചക്രവർത്തി, രാജരാജൻ, രാജശ്രേഷ്ഠൻ, രാജർഷി. ഇത് നമുക്ക് അധികം കൺഫ്യൂഷൻ ഇല്ലാതെ കിട്ടുന്നൊരു ഉത്തരവാണ്. രാജർഷി എന്നുള്ളതാണ് രാജാവും ഋഷിയുമായവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദം. ചക്രവർത്തി, രാജരാജൻ, രാജശ്രേഷ്ഠൻ എന്നൊക്കെ പറയുന്നത് രാജാവിന്റെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ രാജാവിന്റെ മറ്റു പദങ്ങളാണ്. ചക്രവർത്തി, രാജരാജൻ, രാജശ്രേഷ്ഠൻ എന്നൊക്കെ രാജാവ് എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ രാജാവും ഋഷിയുമായവനെ നമ്മൾ എന്തു പറയും? രാജർഷി എന്ന് പറയും. രാജർഷി എന്ന് പറയും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സുതൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എഴുതുക എന്നുള്ളതാണ്. സുതൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏത് എന്നുള്ളതാണ്. സുധി, സുധ, സുതിനി, സുത്യ എന്നൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. സുതൻ എന്ന് പറയുന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് സുതയാണ്. സുതൻ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താണ്? പുത്രൻ എന്നാണ്, മകൻ എന്നാണ് അർത്ഥം. സുധ എന്ന് പറയുന്ന വാക്കിന് സുതയാണ്. സുധ എന്ന് പറയുന്ന വാക്കിന് മകൾ എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. മറ്റൊരു പദമാണ് സൂതൻ എന്നുള്ളത്. സൂതൻ, സൂതൻ എന്ന് പറയുന്ന വാക്കിന് തിരിഞ്ഞു പോകരുത്. സൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ സാരഥി എന്നൊരർത്ഥമുണ്ട്. എന്താണ്? സാരഥി, സൂര്യൻ എന്നിങ്ങനെ അർത്ഥമുള്ള ഒരു പദമാണ് സൂതൻ. സൂതനല്ല, സുതനാണ് പുത്രൻ എന്ന് പറയുന്ന അർത്ഥമുള്ള പദം. അത് മാറിപ്പോവാതെ നോക്കുക, പഠിക്കുക. ഇപ്പൊ സുതൻ എന്ന് പറയുന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം, എതിർലിംഗ രൂപം സുത എന്നുള്ളതാണ്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 800 എന്ന് പറയുന്ന പദം പിരിച്ചെഴുതുക എന്നുള്ളതാണ്. 800 എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് കിട്ടുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ എണ്ണ് അധികം 100, ഓപ്ഷൻ ബി എൺ അധികം 100, ഓപ്ഷൻ സി എൺ അധികം ഊറ്, ഓപ്ഷൻ ഡി എണ്ണ് അധികം ഊറ് എന്നുള്ളതാണ്. എൺ അധികം 100 എന്നുള്ളതാണ്. 800 എന്ന് പറയുന്ന പദം പിരിച്ചെഴുതിയാൽ എൺ അധികം 100 എന്ന് പറയുന്ന പദമാണ്, പദരൂപങ്ങളാണ് നമുക്ക് കിട്ടുക. അപ്പം 800 എൺ അധികം 100 എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. കൂപമണ്ഡൂകം ഒരു ശൈലിയാണ്, ശൈലിയുടെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. കൂപമണ്ഡൂകം എന്ന് പറയുന്ന ശൈലിയുടെ ഒരു അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉത്തരം പെട്ടെന്ന് കിട്ടാം. എന്താ നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ അപകടത്തിൽ ചാടുന്നവൻ, ഓപ്ഷൻ ബി വികൃതി കാണിക്കുന്നവൻ, ഓപ്ഷൻ സി ലോകവിവരമില്ലാത്തവൻ, ഓപ്ഷൻ ഡി തമാശ പറയുന്നവൻ. കൂപമണ്ഡൂകം എന്ന് പറയുന്ന പദത്തിൽ കിണറ്റിലെ തവള എന്ന് നമ്മൾ പറയാറുണ്ട്. കിണറ്റിലെ തവള, കിണറ്റിലെ തവള എന്ന് പറയാറുണ്ട്. കൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ മണ്ഡൂകം തവളയാണ്. അപ്പൊ കിണറ്റിലെ തവള എന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കാണാറുണ്ട്. എന്താണ്? ലോകവിവരമില്ലാത്തവനെ, പുറം ലോകമായിട്ട് പൊട്ടക്കിണറാണ് ഏറ്റവും വലിയ ലോകം എന്ന് കരുതി ജീവിക്കുന്നവനെ പറയുന്നതാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരെ സൂചിപ്പിക്കുന്നതാണ് കിണറ്റിലെ തവള അല്ലെങ്കിൽ കൂപമണ്ഡൂകം. അപ്പൊ കൂപമണ്ഡൂകം എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ലോകവിവരം ഇല്ലാത്തവനെ സൂചിപ്പിക്കാൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ കൂപമണ്ഡൂകം എന്ന് പറയുന്ന ശൈലി ഉപയോഗിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. മേഘം എന്നർത്ഥം വരുന്ന പദം ഏത്? മേഘം എന്നർത്ഥം വരുന്ന പദം ഏത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് മേഘം എന്നർത്ഥം വരുന്ന പദം? ഓപ്ഷൻ എ വഗ്നി, ഓപ്ഷൻ ബി വാരിതം, ഓപ്ഷൻ സി വാരിധി, ഓപ്ഷൻ ഡി വാരിജം. ഓക്കെ, മേഘം എന്നർത്ഥം വരുന്ന പദം ഇവിടെ വാരിതം എന്ന് പറയുന്ന പദമാണ്. വാരി എന്ന് പറയുന്ന വാക്കിനർത്ഥം ജലം എന്നാണ്. എന്താണ്? വാരി എന്ന് പറയുന്ന വാക്കിനർത്ഥം ജലം എന്നാണ്. ഇനി വാരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തെ ധരിച്ചവൻ എന്നുള്ള അർത്ഥമാണ്. അതായത് കടൽ, സമുദ്രം എന്നുള്ള അർത്ഥമാണ്. വാരിധി ജലത്തെ, വാരി ജലം, ജലത്തെ ധരിച്ചവൻ എന്നുള്ള അർത്ഥമാണ് വാരിധി, അത് കടലാണ്. ഇനി വാരിജം ജലത്തിൽ നിന്ന് ജനിച്ചവൾ എന്നുള്ള അർത്ഥമാണ്, ജനിച്ചത് എന്നുള്ള അർത്ഥമാണ്. ഇപ്പൊ താമരയ്ക്കൊക്കെയാണ് നമ്മൾ വാരിജം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ വാരി എന്ന് പറഞ്ഞാൽ ജലം എന്ന് പറയുന്ന വാക്ക് ഓർത്തിരുന്നാൽ തന്നെ, എന്നർത്ഥം ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് ഏറെക്കുറെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. വാരി ജലമാണ്.
ഇനി വാരിധി കടൽ, വാരിജം താമര. വഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി എന്ന് പറയുന്ന അർത്ഥമാണ്. അഗ്നി, വഗ്നി, അഗ്നി എന്നുള്ള അർത്ഥമാണ് വഗ്നിക്കുള്ളത്. അപ്പൊ എന്താണ്? മേഘം എന്ന അർത്ഥം വരുന്ന പദം വാരിതം എന്ന് പറയുന്ന പദമാണ്. എന്താണ്? വാരിതം, മേഘം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ദൃഢം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദമാണ്. ദൃഢം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം സ്ഥൂലം, കഠോരം, കഠിനം, ശിഥിലം എന്നൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്. ദൃഢം എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദം ശിഥിലമാണ്. ദൃഢം, ശിഥിലം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോയാൽ, ഓക്കെ, അടുത്ത ചോദ്യം പരിഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്ന പ്രയോഗത്തിന് യോജിച്ച മലയാള വിവർത്തനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, നമ്മുടെ ഭാഗത്ത് നിന്ന് എടുത്ത നടപടി ഉചിതമായി തോന്നുന്നില്ല. ഓപ്ഷൻ ബി, നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രവൃത്തിയെടുക്കാൻ വിളിച്ചതായി കാണുന്നില്ല. ഓപ്ഷൻ സി, നമ്മൾ ആവശ്യപ്പെട്ടതിന് ഒരു പ്രതികരണവും ഉണ്ടായതായി കാണുന്നില്ല. ഓപ്ഷൻ ഡി, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. ഇവിടെ ശരിയായ ഉത്തരം നോ ആക്ഷൻ സീംസ് ടു ബി കാൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്ന് പറയുന്ന പ്രയോഗത്തിന് യോജിച്ച മലയാള വിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിനു സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല്. അപ്പം സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് എന്നുള്ളതാണ്. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നുള്ളതാണ് നമ്മുടെ പഴഞ്ചൊല്ല്. നോക്കാം. ഓപ്ഷൻ എ, കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും അരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം. ഓപ്ഷൻ ബി, മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ടിറക്കാനും മേല. ഓപ്ഷൻ സി, അമ്മയോട് കൂടി മരിക്കയും വേണം, അച്ഛനോട് കൂടി ഇരിക്കയും വേണം. ഓപ്ഷൻ ഡി, പാല് കൊടുത്ത കയ്യിന് തന്നെ കൊത്തു കിട്ടുക. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ അർത്ഥം എന്താന്ന് ഏകദേശം മനസ്സിലാക്കുക. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ, എടുക്കണോന്നറിയാനും വയ്യ, എന്നാൽ കളയാനും വയ്യ, ഒരു സംശയത്തിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലുള്ള പഴഞ്ചൊല്ല് ഇവിടെ ഏതാണ്? മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ട് ഇറക്കാനും മേല. ഇവിടെ കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും അരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് രണ്ടും വേണം, ഒന്നും നഷ്ടപ്പെടുത്തി കളയാൻ വയ്യ. ഇവിടെ അമ്മയോട് കൂടി മരിക്കുകയും വേണം, അച്ഛനോട് കൂടി ഇരിക്കുകയും വേണം എന്ന് പറഞ്ഞാലും ഏകദേശം അതേ അർത്ഥം തന്നെയാണ്. നമുക്ക് രണ്ടും വേണം, ഒന്നിനെയും നഷ്ടപ്പെടുത്തി കളയാൻ വയ്യ എന്നുള്ള അർത്ഥമാണ്. എന്നാൽ നമുക്ക് എടുക്കണോ അതോ കളയണോ എന്ന് പറയുന്ന ഒരു സംശയത്തിൽ നിൽക്കുന്ന പ്രയോഗമാണ് കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്ന് പറയുന്നത്. അതിന് സമാനമായിട്ടുള്ള പഴഞ്ചൊല്ലെന്ന് പറയുന്നത് മധുരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ടിറക്കാനും മേല എന്നുള്ളതാണ്. ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മലയാളം ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുക മാത്രമല്ല, തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് കൂടെ ഓർക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ ക്ലാസ്സുമായിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.